വ്യക്തികൾ, അങ്ങനെയുള്ള രോഗങ്ങളുള്ള ഉദരഭാഗമാണ് കാണിക്കുന്നത്, അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉരിഞ്ഞു കളയണമെന്ന് തോന്നുന്ന മാനസിക വിഭ്രാന്തിയുള്ളവരെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് കാണിക്കുന്ന യാത്രക്കാരെല്ലാം പ്രാർത്ഥിക്കേണ്ടതാണ്. കുറേ നാളായിട്ട് യാത്ര അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നത് ലോക്ക്ഡൗൺ ആയതുകൊണ്ടല്ല, ഒരു സംരംഭം പരാജയപ്പെടുന്നുവെന്ന് കണ്ടിട്ട് അതിലേക്കുള്ള എല്ലാവിധ ഇടപെടലുകളും അങ്ങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. പോക്കുവരവുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ആ വിഷയമെല്ലാം വീണ്ടും പൊടി തട്ടി വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സന്ദേശത്തിൽ കാണുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇത് ഉടമ്പടി നിയോഗം സമർപ്പിക്കുന്ന സമയമാണ്. അസ്ഥികളെ ഈശോ കാണിക്കുന്നുണ്ട്. അസ്ഥികളെന്ന് വെച്ചാൽ വെറുതെ കുട്ടികൾ കൂടുന്ന അസ്ഥിയല്ല, ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി, അത് തുടയുടെ അസ്ഥിയാകാം. അതിൻ്റെ അറ്റങ്ങൾ മുകളിലോ താഴെയോ കടിക്കാം എന്ന് ചിലപ്പോൾ ഇതായിരിക്കും. ചിലപ്പോൾ അതായത് അത് തേയ്മാനമുള്ള കപ്പിളിന് തേയ്മാനമുള്ള എന്തെങ്കിലും കേസായിരിക്കും. അത് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അസ്ഥിക്കുഴകളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. 7 എന്നും ഇംഗ്ലീഷ് അക്ഷരം 6 എന്നും കർത്താവ് പ്രത്യേകം കാണിക്കുന്നു. അതോട് ബന്ധപ്പെട്ട നമ്പറുകൾ, അപേക്ഷകൾ, പേരുകളെല്ലാം പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാഹചര്യമേ. സ്വർഗീയ ദർശനങ്ങൾക്ക് നന്ദി പറയുന്നു. ഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. സത്യമായിട്ട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഓ ദിവ്യകാരുണ്യ സ്നേഹം, സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ഇടത് കാലിന് തൊട്ട് മുട്ടിന് മുകളിലെ ഇടതുവശത്തായിട്ട്, അതായത് ഇടത് കാലിന് മുട്ടിന് മുകളിൽ വീണ്ടും ഇടതുവശത്തായിട്ട് ഒരു 7 സെൻറ്റിമീറ്റർ നീളത്തിൽ 6 സെൻറ്റിമീറ്റർ വീതിയിലും ഒക്കെ ഇങ്ങനെ എന്തോ അടിയുണ്ട്. നമ്മളെ പൊള്ളിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ കിടക്കത്തില്ലേ, അതായത് ഇങ്ങനെ വയലറ്റ് പാടായിട്ട് കിടക്കത്തില്ലേ, അതുപോലെ പാടിനെയാണ് കാണിക്കുന്നത്. ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പ്രത്യേകം ആവശ്യപ്പെടുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രം. ആരാധന ഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേ
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹത്തോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ നിങ്ങൾ അതിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ പീഡാനുഭവങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയണം: പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഒരു വെളിപ്പെടുത്തൽ ആരാധനയാണ്. കാര്യം കർത്താവിൻ്റെ മുൾക്കിരീടവും ആ മുൾക്കിടം നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവിൻ്റെ തിരുനെറ്റിയിൽ ആഴ്ന്നിങ്ങനെ കിനിഞ്ഞിറങ്ങുന്ന കണ്ടിട്ട് ആണ് പരിശുദ്ധാത്മാവ് ഈ മേഖല ആരാധിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ മുൾക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിലത്ത് വീണ നിമിഷങ്ങളിൽ, ലോകത്തിൻ്റെ രക്ഷാർത്ഥമുള്ള കുരിശിൻ്റെ വഴികളിൽ കർത്താവ് നിലത്ത് വീണ നിമിഷങ്ങളിൽ അമൾക്കിടം കർത്താവിൻ്റെ തിരുനെറ്റിയിൽ ആഴ്ന്നിറങ്ങുകയും കർത്താവിന് മൂക്ക് ചതഞ്ഞു പോകുകയും മുഖം വിരൂപമാകുകയും ചെയ്ത ആ ദിവ്യമുഖത്തെ ഓർത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാം അനാദികാലം മുതൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ച അവിടുത്തെ നിരതദ്രവ്യമായ കരുതൽ കാരുണ്യമാണെന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യന് വേണ്ടി ഇത്രയും സഹിക്കേണ്ടി വരുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് അവൻ സൃഷ്ടിച്ചു. അതാണ് കർത്താവിൻ്റെ സ്നേഹം. ശ്രുതികട ഹല്ലേലൂയ. സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേക. സന്തോഷത്തോടെ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേക. കർത്താവിൻ്റെ ദിവ്യകാരുണ്യമാണ് അവിടുത്തെ മുളുക്കിടമായിട്ട് തിരുവിലാവിൽ മുറിവായി കരചരണങ്ങളിലെ പഴുതായി നമ്മളിലേക്ക് വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുവിലാവിലെ മുറിവും നമ്മോടുള്ള കാരുണ്യമാണ്. പ്രാർത്ഥിക്കുക: കർത്താവേ, അങ്ങയുടെ തിരുവിലാവിലെ മുറിവ് ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിൻ്റെ സ്രോതസ്സാണെന്ന് അറിഞ്ഞുകൊണ്ട് പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമേ അങ്ങേക്കൊരായിരം ആയിരം സ്തോത്രമേ. സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേക. ഏറ്റവും ആരാധ്യമായത് കർത്താവിൻ്റെ തിരുപ്പങ്കപ്പാടുകളാണ്. തിരുപ്പങ്കപ്പാടുകൾ അവൻ നമുക്ക് വേണ്ടി മുറിവായത്, അവൻ നമുക്ക് വേണ്ടി വ്രണമായത് നമ്മുടെ ആരാധനയുടെ വിഷയമാണ്. ആ ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദിവ്യകാരുണ്യമാണ്. കർത്താവെ പ്രാർത്ഥിക്കുക: കർത്താവേ, അങ്ങയുടെ മുട്ടുപൊട്ടി ചോര ഒഴുക്കി അവിടെ മണ്ണ് കപ്പി അങ്ങ് വേദന അനുഭവിക്കുകയും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലെ ചമ്മട്ടി അടിയേറ്റുകൊണ്ട് ശരീരങ്ങള് പറിച്ചു കീറപ്പെട്ടിട്ടുള്ള ഓരോ അവസ്ഥകളെയും കാരുണ്യമായി കർത്താവേ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേക. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേക. പത്രോസ് തകർന്നു പോയപ്പോഴേ, കോഴി കൂവിയപ്പോഴേ അവൻ പത്രോസിനെ നോക്കി. കർത്താവിൻ്റെ കടാക്ഷം കാരുണ്യമാണ്. ദൈവകരുണയുടെ സമാശ്വാസം, പാപക്ഷമയുടെ സമാശ്വാസം അവൻ പത്രോസിന് നൽകി. അത് സഭയോടുള്ള നോട്ടമാണ്. ആ കാലങ്ങളിലെല്ലാം തൊട്ട് ഈ കാലങ്ങൾ വരെ നിന്നാപമാനങ്ങൾ സഭയിൽ നേരിട്ടിട്ടുള്ള പത്രോസിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങളെപ്പോലെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തികളിലും കർത്താവിനോട് ചെയ്തിട്ടുള്ള തള്ളിപ്പറച്ചിലിനെ ഓർത്തുകൊണ്ട് അവൻ ഞങ്ങളെ കാരുണ്യത്തോടെ നോക്കുന്നു. ശുശ്രൂഷകരെ കാരുണ്യത്തോടെ നോക്കുന്നു. ആ കാരുണ്യം ദിവ്യകാരുണ്യമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേ.
കരചരണങ്ങളെ, അതിൻ്റെ ആണിപ്പഴുതുകളെ നമ്മൾ ആരാധിക്കുന്നു കർത്താവെ. ഞങ്ങളിപ്പോൾ കുമ്പിട്ട് ആരാധിക്കുന്ന സ്വസ്ത്രം ചെയ്യുന്ന കർത്താവെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുത്ത് കർത്താവെ. ഈശോ അങ്ങയുടെ കരചരണങ്ങളിലെ ഓരോ ആണിപ്പഴുതുകളും ദിവ്യകാരുണ്യമാണ്, കാരുണ്യത്തിൻ്റെ അടയാളമാണെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രം. അങ്ങേക്കൊരായിരം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രമേ. ഹൃദയത്തിൽ പതഞ്ഞു നുരഞ്ഞുകൊണ്ട് ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രമേ. അങ്ങേക്കൊരായിരം സ്തോത്രമേ. അങ്ങേയ്ക്കായിരം സ്തോത്രം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. എന്റെ ദൈവമേ, ഓ എന്റെ രക്ഷക, ഓ എന്റെ നാഥനെ, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ തിരുമുറുവാർന്ന വരചുണ്ടത്താൽ കർത്താവേ, ഓരോ മകനെയും മകളെയും ഇപ്പോൾ ആരാധന കൂടുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കണമേ. യേശുവേ സ്വസ്ഥമല്ലിയ വൈരാഗ്യബുദ്ധിയോടുകൂടി കണ്ടാൽ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ് ഉള്ള വൈരാഗ്യബുദ്ധിയോടെ നിൻ്റെ പ്രതിയോഗിയോട് ശത്രുതാ മനോഭാവത്തോടെ ഇരിക്കുന്ന വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ദയവായി ഈ ആരാധനയിൽ അവരെ പരിപൂർണമായി ആയുധം വെച്ച് കീഴടങ്ങണ പോലെ എൻ്റെ കർത്താവെ, എൻ്റെ ജയമല്ല, നീയാണ് എന്നെ ജയിക്കേണ്ടത്. എൻ്റെ കർത്താവെ, നീ എന്നെ ജയിക്കുവാൻ വേണ്ടി നിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ശത്രുവിനോട് ക്ഷമിക്കുന്നു എന്ന് പറയാൻ ഈശോ ആഗ്രഹിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിന്നെ കൂടുതൽ ഉപരി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, നിനക്ക് പാപക്ഷമ നൽകുന്നതിന് വേണ്ടി ശത്രുവിനോട് ക്ഷമിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഇത് ഡിസംബറിൽ തുടങ്ങിയ വൈരാഗ്യമാണെന്ന് കർത്താവ് വേറെ ഒരു ദർശനത്തോടെ നൽകുന്നുണ്ട്. ഇത് ഡിസംബറിൽ തുടങ്ങിയ വൈരാഗ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ പേഴ്സണാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ആ പെർട്ടിക്കുലർ പേഴ്സണാണ് ഇപ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ അനുതാപത്തിന് വേണ്ടി പാപക്ഷമ സ്വീകരിക്കേണ്ടത്, അനുതാപത്തിന് വേണ്ടി യാചിക്കേണ്ടത്, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ശത്രുക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കാൻ അരുളിച്ചെയ്ത നാഥ, വെളിപ്പെടുത്തലിൽ നന്ദി പറയുന്നു. ഈശോയെ അവർക്ക് മാനസാന്തരം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേയ്ക്കായിരം സ്തോത്രമേ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രമേ. പ്രിയമുള്ളവരെ, എപ്പോഴും ദൈവതിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവരെന്ന് പറഞ്ഞുകൊള്ളുന്ന ഒരു വചനമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന വചനമാണ്. ഞാൻ ആരാധനയ്ക്കായി ഇങ്ങോട്ട് കയറുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വചനമാണ്. ദൈവ തിരുസന്നിധി ശരണം ഗമിക്കുന്നവർ, അതൊരു പ്രത്യേക വർഗം മനുഷ്യരാണ്. ദൈവ തിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവർ, വിശ്വാസിക്ക് വേറൊരു പേരാണത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാൻ ആ വചനങ്ങൾ, ഞാൻ ശരിക്കും എൻ്റെ മുറിയിലെ പ്രാർത്ഥന നിർഭരമായ ഒരു സമയമാണ് ചെലവഴിച്ചെങ്കിലും ഈ വചനം കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു, ദൈവ തിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവർ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ആ വചനം ഞാൻ നേരത്തെ പലകുറി കേട്ടിട്ടുള്ളതാണ്, പക്ഷേ കർത്താവ് ഇപ്പോഴെന്താണ് ഉദ്ദേശിക്കണമെന്ന് അറിയത്തില്ല. അതിന് ഞാൻ വീണ്ടും ആ വചനം അന്വേഷിച്ചിട്ട് നമ്പർ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ 11:6 നമ്പറുള്ളത്. ഹെബ്രായർ 11:6. ദൈവ തിരുസന്നിധിയിൽ എന്ന് പറഞ്ഞ് ദൈവ തിരുസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കണം. ഇത് മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് മനുഷ്യനെ രണ്ടായിട്ട് തിരിക്കുക. എന്താണ്?
രണ്ട് ഭാഗം മനുഷ്യർ. ഒന്ന് ദൈവ തിരുസന്നിധി ശരണം ഗമിക്കുന്നവരും, രണ്ടാമത്തേത് എന്താണ്? ദൈവ തിരുസന്നിധി ശരണം ഗമിക്കാത്തവരും. പിടിയില്ലേ? വിശ്വാസികൾക്ക് ഒരു പുതിയ പേര് വന്നിരിക്കുക. ആരാണ് ഫെയ്ത്ത്ഫുൾ? ആരാണ് വിശ്വാസികൾ? ആരാണത്? എന്തിനും ഏതിനും ദൈവ തിരുസന്നിധി ശരണം ഗമിക്കുന്നവർ. അവരെന്താണ് വിശ്വസിക്കേണ്ടത്? അവർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഒന്ന്. രണ്ടാമത്തെ എന്താ വിശ്വസിക്കേണ്ടവരെ? തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വിശ്വാസിയുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? ഒന്ന്, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ 50% തീർന്നു. രണ്ടാമത് എന്താണ് അവർ വിശ്വസിക്കുന്നത്? ദൈവത്തെ ശരണപ്പെടുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ജീവിതം പലപ്പോഴും ദൈവതിരുസന്നിധിയിലുള്ള ഒരു ശരണപ്പെടലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് വലിയ ആനക്കാര്യമാണ്. എന്തത്? അങ്ങനെയല്ല, ഇത് വലിയ കാര്യം തന്നെയാണ്. എന്താ സംഭവിച്ചാൽ മനുഷ്യന്മാരുടെ സ്വഭാവം എന്താണെന്ന് അറിയാവോ? അതായത് വിശ്വാസി എന്ന് പറഞ്ഞത് ആരാണ്? എപ്പോഴാണ് അവൻ അവിശ്വാസിയാകണത്? വിശ്വാസി എന്ന് പറഞ്ഞത് ആരാണ്? അതായത് ദൈവ തിരുസന്നിധിയിൽ ശരണം പ്രാപിക്കുന്ന ആളാണ്. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പം നിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നീ ഉറപ്പിച്ച് വെച്ചിരുന്ന വിവാഹം അത് എന്തോ സാങ്കേതിക തകരാറ് കൊണ്ട് അത് നടക്കാത്ത അവസ്ഥയായി, അല്ലെങ്കിൽ നിൻ്റെ ജോലി, അതല്ലെങ്കിൽ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവുകയായിരുന്നു, ഒരു 1.5 മാസം പ്രഗ്നൻസിയാണ്, പെട്ടെന്ന് അത് അബോർട്ടായിപ്പോയി. അപ്പോഴിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കും. അപ്പോഴിങ്ങനെ നടക്കുമ്പോഴേ ആണ് നമ്മൾ ആരാണെന്ന് അറിയണത്. എന്താണ്? ദൈവ തിരുസന്നിധിയിലാണ് ശരണം ഗമിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു രസമുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട ഒരു അച്ഛൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ, ഒരു സ്കൂളിൽ നിന്ന് നേരത്തെ ഇരുന്ന മാനേജറിൻ്റെ രൂപം എടുത്തോടന്ന് മാറ്റി. അപ്പോൾ കുറേ അധ്യാപകർ പറയുകയാണ്, ഈ നേരത്തെ ഉണ്ടായിരുന്ന മാനേജറിൻ്റെ ഫസ്റ്റ് രൂപം, മരിച്ചുപോയ മാനേജറിൻ്റെ ഫസ്റ്റ് രൂപം ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ടാണ് സ്കൂളിന് ഇടർച്ചയുണ്ടായത്. ചിലർ പറയും അങ്ങനെയല്ല, ആ അത് എടുത്ത് ഇത് എവിടെയോ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടർച്ച ഉണ്ടായത്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, വാട്ട് ഈസ് ഹാപ്പനിങ്? ഞാൻ പറഞ്ഞു, ലെറ്റ് us see and pray. ഈ വിഷയം നമുക്കൊന്ന് പരിശോധിച്ചിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതല്ല എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ അധ്യാപകരെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചത്. എന്താ കാര്യം? ഒരു സംഭവം ഉണ്ടാകുമ്പോഴേ ദൈവ തിരുസന്നിധി ശരണം പ്രാപിക്കുന്നവർ ഇതുപോലെയുള്ള ഓമനിലൊന്നും വിശ്വസിക്കത്തില്ല. മനസ്സിലായില്ല? അതിൻ്റെ റീസണബിളായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അത് മനസ്സിലാക്കുന്നതിന് പകരം വേറെ ചില ദുഷ്ടശക്തികളുടെ സ്വാധീനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണത്. ഇപ്പം നീ അബോർട്ടായി പോയി, ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് അബോർട്ടായിപ്പോയെന്ന് വിചാരിച്ചോ? ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഉടനെ അത് കേട്ടോണ്ടിരുന്ന അമ്മയോ അല്ലെങ്കിൽ അടുത്തുള്ള ആൻറ്റിമാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അയൽവാസി വീടും കൂടിയും വിറ്റുവിടുന്ന പോയിട്ടുള്ള അവളില്ലേ, അവൾ പറഞ്ഞിട്ടുണ്ട്, നിന്നെയൊക്കെ ഇവിടെ പൊറപ്പിക്കത്തില്ല, വാഴിക്കത്തില്ല, നിൻ്റെ വീട്ടിൽ കുഞ്ഞിനെ വാഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളെന്തോ പരിപാടി ഒപ്പിച്ചിട്ടാണ് ഈ അബോർഷൻ സംഭവിച്ചതെന്ന് പറയും. ഇതാണ് സംഭവം. കണ്ടൊക്കെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ദൈവ തിരുസന്നിധിയിലല്ല അവർ ശരണം പ്രാപിച്ചത്. അവരെവിടെയാണ് ശരണം പ്രാപിച്ചത്? ദൈവത്തിന് വിരുദ്ധമായ തിന്മയുടെ ശക്തികളെ ഇതിൽ കക്ഷി ചേർക്കാൻ, അവിടെ വിഷയങ്ങൾക്ക് കക്ഷി ചേർക്കും. ദിസ് ഈസ് അവർ ട്രാവൽ. ഇതാണ് നമ്മുടെ പ്രശ്നം. അതായത് വിശ്വാസി എന്ന് പറഞ്ഞത് ആരാണ്? ഇപ്പം നീ വിശ്വാസി ആയിരിക്കുകയും അതേ സമയത്തിന് നിനക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങൾക്കും തിന്മയുടെ ശക്തി ഉണ്ടോ എന്ന് സംശയിക്കുകയും ചെയ്യുമ്പോൾ യു ആർ നോട്ട് എ ഫെയ്ത്ത്ഫുൾ. പറഞ്ഞ മനസ്സിലായില്ലേ? നീ വിശ്വാസിയായിരിക്കുകയും നിൻ്റെ ജീവിതത്തിൽ അശ്വനി പാദം പോലെ ഇതുപോലെ ആകസ്മികമായി അവിചാരിതമായിട്ടുണ്ടാകുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തെക്കാൾ ഉപരി വേറെ ശക്തിയെ നീ ചിന്തിച്ചു പോയാൽ നീ ആശ്രയിക്കുന്നത് ആരായിരിക്കും? തിന്മയുടെ ശക്തി. ദൈവമേതലേ, നിൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലെ ആകസ്മികം ഉണ്ടാകുന്ന വിഷയത്തിൻ്റെ മേലെ മറ്റൊരു തിന്മയുടെ ശക്തിയെ, ദൈവത്തിൻ്റെ അതീതമായിട്ടുള്ള ഇതരമായിട്ടുള്ള ഒരു ശക്തിയെ ഇവിടെ കക്ഷി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു നിമിഷം മുതൽ യു ആർ നോട്ട് എ ഫെയ്ത്ത്ഫുൾ. നീ വിശ്വാസിയല്ല.
വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? എന്തിനും ഏതിനും, ഏത് തകർച്ചയ്ക്കും രോഗത്തിനും കോവിഡിനും കടൽ കയറ്റത്തിനും ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതാണ് 11:6 പറയണത്. ഹെബ്രായ ലേഖനം എന്താണ്? ദൈവതിരുസന്നിധി. ഏറ്റു പറഞ്ഞ് ദൈവതിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവരെ ദൈവം ഉണ്ടെന്നും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവരാണെന്നും വിശ്വസിക്കണം. ശ്രുതികട ഹല്ലേലൂയ. ശരണം അർപ്പിച്ച് മുന്നേറുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഈ വചനം തന്നില്ലേ? ഹെബ്രായർ 11:6. അതായത് ദൈവതിരുസന്നിധി ശരണം ഗമിക്കുന്നവരെന്നും ശരണം ഗമിക്കാത്തവരെന്നും മനുഷ്യൻ രണ്ടായി തിരിച്ചു. എന്നിട്ട് ശരണം ഗമിക്കാത്തവരുടെ അവസ്ഥ എന്താണ്? അവരെ എന്തിനും ഏതിനും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവവികാസങ്ങൾക്കും അതിൻ്റെ കാരണങ്ങൾ തിന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ദൈവപരിപാലനയുടെ വഴികളിൽ ഇതര കക്ഷികളെ, തിന്മയുടെ ശക്തികളെ കക്ഷി ചേർക്കും. അവരെക്കുറിച്ച് ആ വചനം ഞാൻ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് എനിക്ക് തോന്നി വേറൊരു വചനമുണ്ട്. എന്താണ് കാര്യം? അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനം. അതാണ് എൻ്റെ മനസ്സിൽ അടുത്ത വചനമായിട്ട് വന്നത്. പരിശുദ്ധാത്മ നൽകിയതാണെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. കാര്യം ആ വചനത്തിൻ്റെ തന്നെ ഉപവ്യാഖ്യാനങ്ങളായിട്ട് വരും. ഐസയ 55:6. ഐസയ 55:6 എന്താ വചനം? കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, ഏത് പറഞ്ഞേ? കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവേൻ. അന്വേഷിക്കുവേൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവേൻ. അടുത്ത വചനമാണ് പ്രധാനപ്പെട്ടത്. എന്താണെന്നറിയാവോ? ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അതാ സംഭവം. അതായത് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ് പലതും തകർച്ചയുടെ സമയമെന്ന് പറയണത്. പക്ഷേ എന്താ പറ്റും? നീ അധർമ്മിയാണെങ്കിൽ, അതായത് ദൈവത്തെ ശരണം ഗമിക്കുന്നവനല്ലെങ്കിൽ അധർമ്മിയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവനൊരു ചിന്താഗതി ഉണ്ടാകും. ചിന്താഗതി എപ്പോഴും പ്രശ്നമാണ്. പരിശുദ്ധാത്മാവിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ കളയുന്നത് നമ്മുടെ നരകം പിടിച്ച ചിന്താഗതികളാണ്. നിൻ്റെ ചിന്താഗതി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ കഴിയില്ലെങ്കിൽ നീ രക്ഷപ്പെടത്തില്ല. കാര്യം രക്ഷയും ആ ചിന്താഗതി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ കഴുകിയില്ലെങ്കിൽ അതെന്നും ഇങ്ങനെ ഓരോരോ പ്രവണതകൾ, ചിന്തകൾ കാണിച്ചുകൊണ്ടിരിക്കും. ചിന്താഗതി ഭയങ്കര സീരിയസാണ്. ചിന്താഗതി മാറാൻ, അധർമ്മിയുടെ ചിന്താഗതി മാറാൻ എന്താ മാർഗം? കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അത് കഴുകണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ എൻ്റെ പിഴച്ച ചിന്താഗതികളെ എൻ്റെ പിഴച്ച ചിന്താഗതികളെ കഴുകിക്കളയുന്നതിനായി എന്നെ സഹായിക്കണമേ. നമ്മളെ എഫേസ്യസ് 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിയിൽ ഒത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പോൾ ചിന്താഗതി കഴുകണത് എങ്ങനെയാണ്? എഫേസ്യസ് 1:7 അനുസരിച്ചുകൊണ്ടാണ്. എന്താ ചെയ്യേണ്ടത്? ഏറ്റു പറഞ്ഞ അവിടുത്തെ കൃപയുടെ സമൃദ്ധിയിൽ
സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. പാപമോചനം ചിന്താഗതി വഴിയുള്ള പാപമോചനമായാലും അത് വിചാരം എന്ന് പറയും അല്ലേ, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും എന്നല്ലേ പറയണത്. അപ്പോൾ ചിന്താഗതികൾ വിചാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ കുമ്പസാരങ്ങളിലൊന്നും ചിന്താഗതി പറയാറില്ല. വിചാരം എന്ന് പറയുമ്പോൾ ഇവർ വികാരം എന്നാണ് കേൾക്കണത്, അതാണ് കുഴപ്പം. എന്നിട്ട് കുറേ ലൈംഗിക വികാരങ്ങളൊക്കെ പറഞ്ഞ് പറയാം, അതൊന്നുമല്ല പ്രശ്നം. അതായത് വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്കിങ്, അതാണ്. നോട്ട് ഇമോഷൻ, നോട്ട് ഫീലിംഗ്, ബട്ട് തിങ്കിങ്. പ്രശ്നങ്ങളല്ല, അതായത് അവരുടെ ഉള്ളിലെ വിചാരം കണ്ടുകൊണ്ട് അവൻ അവരെ കോപത്തോടെ അഭിവീക്ഷിച്ചു. ദൈവകോപം വിളിച്ചു വരുത്തതാണ് ചിന്താഗതികൾ. ഈ ചിന്താഗതികൾ പലപ്പോഴും ദൈവത്തെ ശരണം ഗമിക്കുന്നവരല്ല എങ്കിലേ അവിടെ ചിന്താഗതികൾ അധർമ്മികളുടെ ചിന്താഗതിയാകുമെന്നാണ് ഈ ഐസയ 55:6 പറയണതും അതുപോലെ നമ്മൾ നേരത്തെ കേട്ട 55:7 വചനങ്ങളും. കാര്യം അധർമ്മിയുടെ ചിന്താഗതി അങ്ങനെയാണ്. അവൻ ദൈവത്തെ കക്ഷി ചേർക്കത്തില്ല, മറിച്ച് അധർമ്മി അവൻ്റെ ഇമോഷൻ അനുസരിച്ചും താല്പര്യമനുസരിച്ചും ചിന്തിച്ച് അങ്ങ് കടുകറിപ്പോവും. ഈ ചിന്താഗതികൾ എന്താ സംഭവിക്കണത്? Efesos 1:7 അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവ് ചിന്താഗതിക്ക് രക്ഷ കൈവരണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ ചിന്തകളെ കഴുകണം. കാര്യം എല്ലാം തുടങ്ങണത് എവിടെ നിന്നാണ്? ചിന്തയിൽ നിന്നാണ് തുടങ്ങണത്, പിന്നെ അല്ലേ പ്രവൃത്തിയിലേക്ക് വരണത്. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും എന്ന് പറയുമ്പോഴേ ഈ വാക്കും പ്രവൃത്തിയും എവിടെ നിന്ന് വരും? ചിന്തയിൽ നിന്നാണ് വരണത്. ആദ്യം ചിന്തിക്കുന്നു, പിന്നെ സംസാരിക്കുന്നു, പിന്നെ ചെയ്യുന്നു, പിന്നെ പണിമേടിക്കുന്നു. അങ്ങനെയാണ് സംഭവം. ആദ്യം ചിന്തിക്കുന്നു, പിന്നെ സംസാരിക്കുന്നു, പിന്നെ പണിമേടിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തയായിട്ടാണ് ആദ്യം വരണത്. അപ്പം തന്നെ മുളയിലേ നുള്ളണം. മുളയിലേ നുള്ളാൻ എന്താ മാർഗം? മര്യാദക്ക് തലേ കൈവെക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തിന് നിരക്കാത്ത ചിന്താഗതികള് ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിരുദ്ധമായി ജഡികവും തിന്മയാൽ പ്രേരിതവുമായ ചിന്താഗതികള് എന്റെ തലച്ചോറിൽ നിന്ന് അങ്ങ് വിശുദ്ധമായ രക്തത്താൽ കഴുകിക്കളയണമേ. വിശുദ്ധമായ രക്തത്താൽ എന്റെ ചിന്താഗതികളെ കഴുകിക്കളയണമേ. യേശുക്രിസ്തുവിന് നിരക്കാത്ത ചിന്തകള്, വാക്കുകള്, പ്രവൃത്തികള് കഴുകിക്കളയണമേ. ഹല്ലേലൂയ. കഴുകണമേ, ഗാഗുൽത്തായി ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ